إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. നമ്മുടെ ജീവിതത്തിൽ പലരിൽ നിന്നും പല മെസ്സേജുകളും നമുക്ക് ലഭിക്കാറുണ്ട്. ആ മെസ്സേജുകളിലെ സന്ദേശത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുകയും അതിനു വേണ്ട പ്രതികരണം നമ്മൾ അറിയിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അൽ ഖുർആനു റിസാലത്തുല്ലാഹി ഇലൈന എന്ന് ബോധ്യപ്പെടുത്താനാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച മെസ്സേജാണ്, റിസാലത്ത്. നാം എത്രത്തോളം അതിനെക്കുറിച്ച് ബോധവാന്മാരായിട്ടുണ്ട്? വിശുദ്ധ ഖുർആനിനെ കൂടുതൽ അറിയാൻ, അതുമായി കൂടുതൽ ഇടപഴകാൻ, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു അനുഗ്രഹീത മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. അലം യഅ്നി ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്ന നിലക്കും അവൻ സത്യമായ നിലക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലേക്കും കീഴ്പ്പെടാൻ, അവിടെ ഹൃദയങ്ങൾ കൊണ്ട് വഴങ്ങാൻ അവർക്ക് സമയമായില്ലേ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിനെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹു അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ ചില വചനങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം. സൂറത്തുൽ ഹാഖയിൽ അൽ ഹാഖ എന്ന് പറഞ്ഞാൽ ഗൗരവമായ സംഭവം എന്നാണ്. അത് അന്ത്യനാളിനെ കുറിച്ച് പറഞ്ഞതാണ്. ആ സൂറത്തിലാണ് അള്ളാഹു പറഞ്ഞത്, വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ. ഇതൊരു കവിയുടെ വാക്കല്ല, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല. കവികളും ജ്യോത്സ്യന്മാരും ഏറെ നിലകൊണ്ട ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം. പക്ഷെ വിശുദ്ധ ഖുർആൻ കേട്ട ഒരാൾക്കും ഇതൊരു മനുഷ്യനിൽ നിന്ന് വന്നതല്ല എന്ന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്, ഇതൊരു കവിയുടെ വാക്കല്ല, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കല്ല. ശേഷം അള്ളാഹു പറഞ്ഞതോ
ഖലീലമ്മാ തുഅ്മിനൂൻ ഖലീലമ്മാ തദക്കറൂൻ. നിങ്ങൾ അല്പം മാത്രമാണല്ലോ വിശ്വാസികളാകുന്നത്, നിങ്ങൾ അല്പം മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ റബ്ബിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ്. വബിൽ ഹഖ് അൻസൽനാഹു വബിൽ ഹഖ് നസൽ, സത്യമായിട്ടാണ് അത് അവതരിച്ചിട്ടുള്ളത്, സത്യമായിട്ടാണ് അത് വന്നിറങ്ങിയിട്ടുള്ളത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഇതാ ഈ വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യർക്ക് ആവശ്യമായ ശമനം, രോഗശമനം ഈ വിശുദ്ധ ഖുർആനിൽ നിന്ന് കിട്ടും. അത് സത്യവിശ്വാസികൾക്ക് റഹ്മത്താണ്, കാരുണ്യമാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഈ ഖുർആനിനെതിരിൽ നിലകൊള്ളുന്നവർ അല്ലാഹു അക്രമികളെന്നാണ് വിളിച്ചത്. അങ്ങനെ അക്രമികളായി മാറിയവർക്ക് നഷ്ടമല്ലാതെ വർദ്ധിക്കുകയില്ല എന്നും അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മഹത്വമുള്ള റബ്ബിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ നമ്മിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണിത്. വിശുദ്ധ ഖുർആൻ എന്നിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏറ്റവും ഒടുവിൽ അവൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്ത ഒരു ഉമ്മത്താണ് നമ്മുടെ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്. ആ ഉമ്മത്തിലെ ഒരു കണ്ണികളാണ് നമ്മൾ ഓരോരുത്തരും. അവൻ്റെ ഖുർആൻ അവസാനമായി ഇനി വേറൊരു വേദഗ്രന്ഥം റബ്ബിൻ്റെ കലാം നമുക്ക് ഇറങ്ങാനില്ല, ഇതോടുകൂടി അവസാനിച്ചു. അത് നമ്മിലാണ് അവതരിപ്പിച്ചത് എന്നത് തന്നെ ആ വിശുദ്ധ ഖുർആനിനോട് നമ്മുടെ ബന്ധത്തെ ഒന്ന് പരിശോധിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സ്വാധീനിക്കണമെങ്കിൽ 2 ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകണം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തു ഖാഫിൽ, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സംഅ വഹുവ ഷഹീദ്. ഇത് അള്ളാഹു പറഞ്ഞത് കഴിഞ്ഞ കാല സമൂഹങ്ങളിൽ ധിക്കാരികളായി മാറിയ മനുഷ്യരെ അള്ളാഹ് സൃഷ്ടിച്ചു. ആ ശിക്ഷയുടെ മുമ്പിൽ അവർ നിസ്സഹായരായി. അവര് അള്ളാഹുവിനെ വെല്ലുവിളിച്ചവരായിരുന്നു. മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെക്കാളും ശക്തന്മാരും മല്ലന്മാരും ആരാണിവിടെ എന്ന് ചോദിച്ച ധിക്കാരികളായിരുന്നു അവർ. അവർക്കാണ് അള്ളാഹ് ശിക്ഷ കൊടുത്തത്. പക്ഷെ ആ ശിക്ഷയ്ക്ക് മുമ്പിൽ അവരൊന്നുമല്ല, ഞങ്ങൾ ദുർബലരാണ് എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. ആ ശിക്ഷ ഇറക്കിയ ശേഷം അള്ളാഹ് പറഞ്ഞു, ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ അസ്സംഅ വഹുവ ഷഹീദ് എന്ന് പറഞ്ഞാൽ ഹൃദയമുള്ളവനാരോ, മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് കേൾക്കുന്നവരാരോ അവർക്കൊക്കെ ഇതിൽ ഗുണപാഠമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനും നമ്മിൽ സ്വാധീനിക്കണമെങ്കിൽ നാം ശരിയായ ഹൃദയമുള്ളവരാകണം. ആ ഹൃദയത്തിൽ നിന്ന് മനസ്സാന്നിധ്യത്തോടെ ചെവി കൊടുത്ത് റബ്ബിൻ്റെ കലാമിനെ കേൾക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അതാണല്ലോ ഞാൻ കഴിഞ്ഞ ഖുതുബയിലും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പ്രാധാന്യം കൊണ്ട്. വിശുദ്ധ ഖുർആൻ നമുക്ക് എന്താകണം? അൻ തജ്അലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദ്രി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, ഈ ഖുർആൻ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണേ, എൻ്റെ ഹൃദയത്തിനും എൻ്റെ മനസ്സിനും വെളിച്ചമാക്കണേ. ഞാൻ അനുഭവിക്കുന്ന സകല വിഷമങ്ങളും ദുഃഖങ്ങളും ഈ ഖുർആൻ കൊണ്ട്, ഈ ഖുർആൻ അനുസരിച്ചുള്ള ജീവിതം കൊണ്ട് നീ നീക്കിക്കളയണേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് റബ്ബിൻ്റെ കലാമിനോട് നമുക്ക് ബന്ധമുണ്ടാവണം. ആ റബ്ബിൻ്റെ കലാമിനെ നാം അറിയണം. തദബ്ബുറോടെയുള്ള പാരായണം വിശുദ്ധ ഖുർആനിൻ്റെ കാര്യത്തിൽ നമ്മൾ നേടിയെടുക്കണം. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഇതാ ഈ വിശുദ്ധ ഗ്രന്ഥം നാം താങ്കൾക്ക് ഇറക്കിയത് അത് അനുഗ്രഹീതമാണ്, അതുകൊണ്ട് ബറക്കത്ത് മാത്രമാണ് ലഭിക്കുക. ലിയദ്ദബ്ബറു ആയാതിഹി, അതിൽ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനാണത്.
വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ചിന്താശേഷിയുള്ളവർ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണും, ലാ ഖൈറ ഫീ ഖിറാഅത്തിൻ ലാ തദബ്ബുറ ഫീഹ. ഖുർആനിനെ കുറിച്ച്, അതിൻ്റെ വചനങ്ങളെ കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ ആലോചിക്കാതെയുള്ള പാരായണം അതിലൊരു ഖൈർ ഇല്ല എന്ന് പറഞ്ഞാൽ, അത് നമുക്കൊരു ഖൈർ ആകണമെങ്കിൽ ഖുർആനിൽ എന്താണ് അള്ളാഹു ഈ പറഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത് അവൻ്റെ കലാം അവൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാനും ഗ്രഹിക്കാനും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും പറ്റിയ സാഹചര്യങ്ങളൊക്കെ അള്ളാഹു മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുമുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ വിശുദ്ധ ഖുർആനിനെ പഠിക്കുന്നവർക്ക് നാം എളുപ്പമാക്കിയിട്ടുണ്ട്, ആരുണ്ട് ചിന്തിക്കാൻ ആലോചിക്കാൻ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആ വചനം നമുക്ക് ഇറക്കിത്തന്നത് അതിൻ്റെ കോർമ. അർ റഹ്മാൻ, റഹ്മാനായ, ഇഹത്തിലും പരത്തിലും തൻ്റെ വിശാലമായ റഹ്മത്ത് നമുക്ക് ചൊരിയുന്ന റഹ്മാനായ അള്ളാഹ്. ശേഷം പറഞ്ഞത് അല്ലമൽ ഖുർആൻ, ഖുർആൻ അവൻ പഠിപ്പിച്ചു. പിന്നെയാണ് പറഞ്ഞത് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം ഖുർആൻ പഠിപ്പിച്ചു എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ കലാം തിരിയാനും മനസ്സിലാക്കാനും അതനുസരിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അള്ളാഹ് ഇവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന അഫ്ളലക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ മഹത്വം, നമുക്ക് ദുനിയാവിൽ പല നിലക്കും മഹത്വമുള്ളവരാണ്, നമ്മളൊക്കെ പല പദവികളും വഹിക്കുന്നവരാണ്. ആ മഹത്വമൊക്കെ അവിടെ നിലനിൽക്കട്ടെ. പക്ഷേ അതിലൊന്നും ഈ ഒരു മഹത്വമില്ലെങ്കിൽ എന്താണ് കാര്യം? നമ്മുടെ മഹത്വം അള്ളാഹിൻ്റെ കലാം തിരിയുന്ന, അള്ളാഹുവിൻ്റെ കലാം അറിയുന്ന, അത് കേൾത്താൽ അതിലേക്ക് മനസ്സ് വെക്കുന്ന മനസ്സാന്നിധ്യത്തോടെ ആ റബ്ബിൻ്റെ കലാം കേൾക്കുന്നവനായി ഈ ഭൗതിക ലോകത്ത് ഞാൻ ജീവിക്കുന്നുവോ അതാണ് എൻ്റെ മഹത്വം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ മുൻഗാമികൾ നോക്കൂ, മുൻഗാമികളുടെ എല്ലാ നന്മയും വിശുദ്ധ ഖുർആൻ കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത്, ലാ യസ്ലുഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ സലുഹ ബിഹാ ഇല്ലാ ബിമാ സലുഹ ബിഹി അവ്വലുഹ. ഈ ഉമ്മത്തിൻ്റെ അവസാനം നന്നാകണമെങ്കിൽ, ഈ ഉമ്മത്തിൻ്റെ ആദ്യം ഏതൊന്നുകൊണ്ട് നന്നായോ അതുകൊണ്ട് മാത്രമേ ഈ ഉമ്മത്തിൻ്റെ ആദ്യം നന്നാകൂ എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞത്. ആ മുൻഗാമികളാണ് സ്വഹാബത്ത്, താബിഉകൾ, തബഉ താബിഉകൾ. അവർ ഖുർആനിനെ എങ്ങനെ മനസ്സിലാക്കി എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാന റജുലു മിന്നാ ഇദാ തഅല്ലമ അശ്റ ആയാത്തിൻ ലം യുജാവിസുഹുന്ന ഹത്താ യഅലമ മആനിയഹുന്ന വൽ അമല ബിഹിന്ന. ഞങ്ങളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലിരുന്ന് 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്തിന്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആശയം എന്താണ്, അതനുസരിച്ചുള്ള അമൽ പ്രവർത്തനം എന്താണ് എന്ന് നോക്കാതെ അതിൻ്റെ അർത്ഥവും അറിഞ്ഞു, അതിൻ്റെ ആശയവും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാതെ അടുത്ത ആയത്തുകൾ ഞങ്ങൾ പഠിക്കാറില്ലായിരുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ഖുർആനിൻ്റെ ഹാഫിളുകളായിരുന്നില്ല ഒട്ടുമിക്ക സ്വഹാബികളും. ഖുർആൻ മനഃപ്പാടമാക്കുക എന്നതിൽ മാത്രം അവരാരും നിന്നിട്ടില്ല. മനഃപ്പാടമാക്കുന്നതിന് മഹത്വമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ കലാം എത്രയുണ്ടോ അത്രയും നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമുണ്ട്, മഹത്വമുണ്ട്. പക്ഷേ സ്വഹാബികൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഖുർആൻ ഹാഫിളുകളെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയില്ല. 4 ഖലീഫമാരെടുത്തോളൂ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. ഈ 4 ഖലീഫമാരിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ്. പക്ഷെ 4 ഖലീഫമാരും മുബശ്ശിറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ടവരായിരുന്നു. എന്തേ കാരണം? അവർ ഖുർആൻ ഗ്രഹിച്ചു എന്നതാണ് അവരുടെ മഹത്വം.
ഖുർആനിനെ അറിഞ്ഞു എന്നതാണ് ഇവിടെ മഹത്വം. ഓരോ ആയത്തിറങ്ങുമ്പോഴും ഒരു ജീവിതം, ആ ആയത്തനുസരിച്ചുള്ള ജീവിതം അവരിലൂടെ ലോകത്തിന് കാണാനുണ്ടായി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ കുറിച്ച് നാം നമ്മോട് ചോദിക്കുക. നമ്മൾ ഏത് ജീവിത തിരക്കിലും, എത്ര പദവികളിലും, ഏതൊക്കെ ജോലിയിലാണോ നമ്മളുള്ളത്, അതൊക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ചോദിക്കുക, എന്നെ പടച്ച റബ്ബിൻ്റെ കലാം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? എനിക്കത് പാരായണം ചെയ്യാൻ കഴിയുമോ? ഞാനത് പാരായണം ചെയ്യുന്നത് പതിവാക്കിയിട്ടുണ്ടോ? ഞാൻ അതിൻ്റെ പഠിതാവാണോ? നമ്മൾ ഓരോരുത്തരും, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും, ഇന്ന് മരിക്കുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാവാണ് എന്ന നിലക്ക് മരിക്കണം. ആ പഠിതാവാകുക എന്ന് പറഞ്ഞാൽ ശരിയായ നിലക്ക് ഖുർആനും സുന്നത്തും മനസ്സിലാക്കിയ ഉലമാക്കൾ ലോകത്ത് ഇന്നുമുണ്ട്. ആ ഉലമാക്കളിൽ നിന്ന് ദീന് കേട്ട് അത് പറഞ്ഞു തരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ മുമ്പിലിരുന്ന് ആഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും അള്ളാന്റെ കലാം അങ്ങനെ ഓതിത്തരുന്നു, അത് കേൾക്കുന്നു, അതിൻ്റെ അർത്ഥം പറയുന്നു, അത് മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു പഠിതാവാകുന്ന രീതി, ഇത് അള്ളാഹ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചു റസൂലുള്ളാഹിയുടെ അടുത്തേക്ക്. അവിടെ ഗുരു ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അവിടെ പഠിതാവാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നോക്കൂ നിങ്ങൾ, ജിബ്രീൽ എന്ന ഉസ്താദിന്റെ മുമ്പിൽ, ഗുരുവിന്റെ മുമ്പിൽ വിനയമുള്ള ഒരു ശിഷ്യനായി വിശുദ്ധ ഖുർആനത ശാകൂരം കേട്ട് പഠിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റമളാനിൽ ഓരോ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, ഖുർആൻ റസൂലുള്ളാഹിയെ കൊണ്ട് അതിങ്ങനെ ചൊല്ലിപ്പിച്ച് അതിൻ്റെ പാഠം നോക്കുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുരുവായി മാറി ആർക്ക്? സ്വഹാബികൾക്ക്. സ്വഹാബികൾ ഓരോരുത്തരും, ഒരാളും വിട്ടുപോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വരും, അവർ സമയം അതിനു വേണ്ടി ചെലവഴിച്ചു വരും, റസൂലുള്ളാഹിയുടെ മുന്നിലിരുന്ന് ഖുർആനിൻ്റെ പഠിതാവായി മാറി. ഇതേപോലെ ഞാനും നിങ്ങളും ഒരു പഠിതാവാണോ? ഈ റമളാനോടെയെങ്കിലും ഒരു ഖുർആൻ ദർസിൽ, ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഖുർആനിൻ്റെ ആയത്തോതി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, അവരുടെ മുമ്പിൽ പോകണമെന്നല്ല. നമ്മൾ എവിടെ പോകണമെന്ന് നമ്മൾ ആലോചിക്കുക, അറിവുള്ളവരോട് ചോദിക്കുക, ഏത് ക്ലാസ്സാണ് കേൾക്കേണ്ടത്, ഏതാണ് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ക്ലാസ്സുകൾ, അവിടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറണം. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ നേട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പറഞ്ഞു തന്നു. അസ്സുയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും നാളെ പരലോകത്തതാ നമുക്ക് ശുപാർശകനായി വരും. യഖൂലു സിയാം ഐ റബ്ബി മനഅതുഹു തുആമ വശഹവാതി ബിന്നഹാരി ഫശഫിഅനി ഫീ. നമ്മൾ നോറ്റ നോമ്പ് പറയും റബ്ബിനോട്, ഇതാ എനിക്ക് വേണ്ടിയാണ് ഇവൻ പകലിൽ അന്നവും വെള്ളവും തടുത്തത്, വേണ്ട എന്ന് വെച്ചത്. ഞാനിതാ ഈ നോമ്പാകുന്ന ഞാൻ ഇവന് വേണ്ടി ശഫാഅത്ത് ചെയ്യാണ്, അല്ലാഹുവേ നീ സ്വീകരിക്കണേ. വയഖൂലുൽ ഖുർആൻ മനഅതുഹു നൗമ ബില്ലൈലി ഫശഫിഅനി ഫീഹി. എന്നെ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിലെ ഉറക്കം അവൻ മാറ്റിവെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതാ ഖുർആനാകുന്ന ഞാൻ ഇവന് വേണ്ടി ശുപാർശ പറയുകയാണ്, റബ്ബേ ഈ ശുപാർശ സ്വീകരിക്കണേ. ഫയുഷ്ഫഅൻ. ആ രണ്ട് ശുപാർശയും പരലോകത്ത് സ്വീകരിക്കപ്പെടുമെന്നാണ്. ഈ തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറഞ്ഞ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂർ തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയുന്നു, കബറാളികളോട് നിങ്ങൾ കൊതിക്കൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊതിക്കൂ, ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, ഞങ്ങൾക്ക് വേണ്ടത് റമളാനിലെ ഒരു ദിവസമാണ്, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് കബറാളികൾ പറയുമായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ റമളാൻ ഉപയോഗപ്പെടുത്താത്തവർക്ക് ഖേദവും നഷ്ടവും മാത്രമേ ഉണ്ടാകൂ എന്നാണ് ആ വാക്കുകൊണ്ട് അദ്ദേഹം ലക്ഷ്യമാക്കിയത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുകയാണ്. മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം മരണസമയത്ത് പറയുന്നുണ്ട്, റബ്ബേ എനിക്ക് മരണത്തെ ഭയമില്ല, എന്നെക്കുറിച്ച് നിനക്കറിയാം, ഞാൻ ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. ഞാൻ ആകെ ഇഷ്ടപ്പെട്ടത്, എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത്, അള്ളാഹുവേ നിന്റെ കലാമിലൂടെ എന്തറിവാണ് നീ എനിക്ക് നൽകിയത്, അത് പഠിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ദുനിയാവിൽ. രണ്ടാമതൊന്നും ഞാൻ ഇഷ്ടപ്പെട്ടത്
നിനക്ക് വേണ്ടി ഒരു ദിവസം നോമ്പനുഷ്ഠിച്ച് അന്ന് അന്നവും വെള്ളവും മുടക്കി ദാഹവും വിശപ്പും നിനക്ക് വേണ്ടി ആ നോമ്പ് നോറ്റ് ആ ദാഹവും വിശപ്പിലും ഞാനൊരു ആനന്ദം കണ്ടിരുന്നു. അതാണ് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് റബ്ബേ നീ എന്നെ സ്വീകരിക്കണേ എന്നാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരണസമയത്ത് കൊതിച്ചതും അള്ളാഹുവിനോട് തേടിയതും. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരമാവധി ഇത്തരം നല്ല ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. മൻ സോമ റമളാന, മൻ ഖാമ റമളാന, മൻ ഖാമ ലൈലത്തുൽ ഖദർ എങ്ങനെയൊക്കെ തുടങ്ങുന്ന ഹദീസുണ്ട്. ആരാണ് റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നത്, ആരാണ് ലൈലത്തുൽ ഖദറിൽ നിന്ന് നമസ്കരിക്കുന്നത്, ആരാണ് രാത്രി നമസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈമാനൻ വഹ്തിസാബൻ, നല്ല വിശ്വാസത്തോടു കൂടി പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഈ 2 ഉണ്ടെങ്കിലേ റമളാൻ നമുക്കൊരു ആവേശക്കാലമായി മാറാതെ റമളാൻ എനിക്ക് വേണ്ടിയാണ്, നഷ്ടപ്പെടരുത് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈമാൻ നേടിയെടുക്കുക, പ്രതിഫലം റബ്ബിൻ്റെ പ്രതിഫലം മാത്രം കാക്ഷിച്ച് എൻ്റെ പരലോക വിജയത്തിന് വേണ്ടിയാണ് ഈ അവസരങ്ങൾ അള്ളാഹു എനിക്ക് തന്നത് എന്ന് ചിന്തിക്കാനും പരമാവധി ഉപയോഗപ്പെടുത്താനും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ വീഴ്ചകൾ റബ്ബ് നമുക്ക് പുറത്തു തരുമാറാവട്ടെ. എത്രയോ രോഗികൾ പ്രയാസപ്പെടുന്നു, അവർക്കൊക്കെയും റബ്ബ് പൂർണ്ണമായ ശിഫയും ആഫിയത്തും കനിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ അഹ്സാനിനാ വദഹാബ ഹുമൂമിനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഷ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.